ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയും വെള്ള കളറിലുള്ള കടല കൊണ്ടുള്ള കറിയാണ്. അതിന് ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയും മൈദയും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മൈദ മാത്രമേ ചേർക്കുള്ളൂ, രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഷുഗറാണിത്, ഉപ്പാണിത്, പിന്നെ ഒരു മുട്ട ചേർക്കണം, പിന്നെ ബേക്കിംഗ് സോഡ വേണം, കുറച്ച് എണ്ണ വേണം, തൈര് വേണം. ഇത്രയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിനകത്തേക്കൊരു 2-3 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. അത്രയും സോഫ്റ്റ് ആവും. ഗോതമ്പ് പൊടി ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കുന്നില്ല. ഞാൻ മൈദ മാത്രം ചേർത്ത് ഇതെല്ലാം കൂടി ചേർത്ത് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മൾ ഒരു അര ടീസ്പൂൺ എടുത്താൽ മതിയാവും. ഇത്രയുള്ള അളവിന് ഒരു 3-4 പേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഈ അളവ് പോരാ. ആ കട്ടോരിക്ക് ഞാൻ ആ മൈദ എടുത്ത് വെച്ചേക്കണ കട്ടോരിക്ക് ഒരു 2-3 പാത്രം എന്ന് വെച്ചാൽ ഒരു 1/4 കിലോത്തിൽ കൂടുതൽ എടുക്കുക. ഇത് വളരെ തീരെ കുറവേ ഉള്ളൂ. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഒരു 2 മണിക്കൂർ. ആ നേരത്തേക്ക് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. കടലക്കറി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടല ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല വേവിക്കുമ്പോഴും ഞാൻ ഈ ഗരം മസാല മുഴുവത്തോടെ ഉള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കണ സവാളയും പച്ചമുളകും തക്കാളിയും ആണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാടി വരട്ടെ. ഇത് ഒരുപാട് മൊരിഞ്ഞു പോകണ്ട. ഒരു പച്ച മണമൊക്കെ അങ്ങ് മാറി ഒന്നങ്ങ് വഴന്നു വന്നാൽ മതി. ഒരുപാട് അങ്ങ് വഴന്നു പോകണ്ട. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ടു. ഇനി പൊടികളാണ്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളാണ് ജീരകം വറുത്ത് പൊടിച്ചത്, നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇതെല്ലാത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. വളരെ ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കണമായിരുന്നു. ഇതൊരു 250 ഗ്രാമാണ് ഉണ്ടാക്കണത്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഓരോ സ്പൂണ് വീതമാണ് ഇട്ടേക്കണത്. മല്ലിപ്പൊടി മാത്രം 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്ത്. ഇത് പഞ്ചസാരയാണ്, അത്രയും മതി ഷുഗർ, അത് ചേർക്കണം. ഇത് കസ്തൂരി മേഥിയാണ്. ഏറ്റവും ലാസ്റ്റ് കസ്തൂരി മേഥിയും ചേർത്ത് മല്ലിയിലയും ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ പരിപാടി തീർന്നു. ബട്ടൂര ഞാൻ പരത്തിയിട്ടുണ്ട്. എണ്ണ തിളച്ചപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ. ബട്ടൂരയും ഇതും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്, ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.